നമസ്കാരം. പുനർജനിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുനർജനി പദ്ധതിയുടെ പ്രധാന പങ്കാളികളിലൊന്നായ മണപ്പാട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. മണപ്പാട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിനെതിരെയാണ് CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആദ്യം ന്യൂസ് ടൈമിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂർ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി V. ശിവൻകുട്ടി. 14 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം പിടികൂടി. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നതായുള്ള പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. പറവൂരിൽ ഇത്തവണ കനത്ത മത്സരം നടക്കും. പറവൂർ MLAയും പ്രതിപക്ഷ നേതാവുമായ VD സതീഷിനെതിരെ VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിൽ CPI. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തൃശൂർ ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 25 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 19 സബ് കമ്മിറ്റികൾ ഉണ്ട്. ഓരോ കമ്മിറ്റിക്കും DEOമാര്, AEOമാര്, സൂപ്രണ്ടുമാർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടുമാർ എന്നിവർക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ 25 വേദികളിലും ഓവറോൾ ഒരു ചുമതല എന്നുള്ളതിലെയും ഡെപ്യൂട്ടി ഡയറക്ടർമാർ, RDDമാർ, JDമാർ, AEOമാർ, DEOമാർ, ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ അവർക്കെല്ലാം ചുമതല കൊടുത്തിട്ടുണ്ട്. 14 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജനുവരി 14 മുതൽ 18 വരെ ജില്ലയിൽ 25 വേദികളിലായി 249 മത്സര ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മത്സരിക്കും. തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടാണ് പ്രധാന വേദി. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം പിടികൂടി. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നതായുള്ള പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് VP തുരുത്തിൽ വൻതോതിൽ കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വാരുന്ന മണൽ കഴുകി വൃത്തിയാക്കി വിൽക്കുന്നതും അനധികൃതമായി ശേഖരിക്കുന്ന കുടിവെള്ളത്തിലാണെന്നും തെളിഞ്ഞു. VP തുരുത്ത് തേനാലിപ്പറമ്പിൽ TC സുബ്രഹ്മണ്യന്റെ വീട്ടുവളപ്പിലാണ് വൻതോതിൽ കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. സുബ്രഹ്മണ്യന്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വിതരണ ലൈനിൽ നിന്നുള്ള വെള്ളം അനധികൃതമായി വാൽവ് വെച്ച് പൈപ്പ് കണക്ട് ചെയ്ത് വാട്ടർ ടാങ്കിലേക്ക് ഉപയോഗിച്ചിരുന്നതായും പുഴയിൽ നിന്നും വരുന്ന മണൽ കഴുകി വൃത്തിയാക്കി വിൽക്കുന്നതും അനധികൃതമായി ശേഖരിക്കുന്ന കുടിവെള്ളത്തിലാണെന്നും തെളിഞ്ഞു. വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായും ബോധ്യപ്പെട്ടു. പൈപ്പ് ലൈനിന് സമീപമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന 80,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ, രഞ്ജിത, മീറ്റർ ഇൻസ്പെക്ടർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി കുടിവെള്ള മോഷണം നടക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ അരിമ്പൂരിൽ ഉത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിനു കൈമാറിയത്. മാല പൊട്ടിക്കുന്നതിനിടെ കുഞ്ഞിന്റെ കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ പളനി അമ്മാൾ എന്ന് പോലീസ് പറയുന്നു. പിന്നെ என்ன பண்ணன நீ தெரியுமா இப்ப நீ என்ன பண்ணன ஒரு பயம் கூட கிடையாது கூட்டத்துக்குள்ள ஒரு துளி கூட பயம் இல்ல அறுத்துட்டு அந்த ஓட்ட நீ என்ன அம்மா அங்கிட்டு குழந்தையோட கழுத்து முறிஞ்சிருந்து வெச்சுக்கவே நீ உயிரோட இருந்தோமாத തൃശൂർ പേരാമംഗലം സ്വദേശികളായ കുടുംബമാണ് 9 മാസം പ്രായമുള്ള കുഞ്ഞുമൊത്ത് അരിമ്പൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം വലിയ തിരക്കായിരുന്നു. അതിനിടെ രാത്രി 7 മണിയോടെയാണ് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്.
ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടിയപ്പോൾ യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതിയെ അന്തിക്കാട് പോലീസിന് കൈമാറി. മാല പൊട്ടിക്കുന്നതിനിടെ കുഞ്ഞിന്റെ കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ പളനി അമ്മാൾ എന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, തൃശൂർ. പറവൂരിൽ ഇത്തവണ കനത്ത മത്സരം നടക്കും. പറവൂർ MLA-യും പ്രതിപക്ഷ നേതാവുമായ VD സതീഷിനെതിരെ VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് CPI. തുടർച്ചയായി 6ാം വട്ടമാണ് VD സതീശൻ പറവൂരിൽ അംഗത്തിനിറങ്ങുന്നത്. അതേസമയം പറവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIM-നുള്ളിൽ ശക്തമാണ്. പറവൂരിൽ VS സുനിൽകുമാറിന് ഇളവ് നൽകി VD സതീഷിനെതിരെ മത്സരിപ്പിക്കാനാണ് CPI ആലോചന. സുനിൽകുമാർ എത്തിയാൽ മികച്ച മത്സരം ഉറപ്പിക്കാനാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഏകപക്ഷീയമായ മത്സരമാണ് പലപ്പോഴും മണ്ഡലത്തിൽ നടക്കുന്നതെന്നും ജനകീയ മുഖമുള്ള താര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ ഗൗരവമുള്ള മത്സരം നടക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് VS സുനിൽകുമാറിലേക്ക് എത്തിയത്. പറവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം CPIM-നുള്ളിൽ ശക്തമാണ്. പറവൂരിൽ പാർട്ടിക്കുള്ളിൽ പുകയുന്ന വിഭാഗീയതയ്ക്കും സുനിൽകുമാറിന്റെ വരവോടെ പരിഹാരമായേക്കുമെന്ന കണക്കുകൂട്ടലും നേതൃത്വത്തിനുണ്ട്. മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ പൊതുജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പറവൂരിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൗൺസിലിലും കർശന നിർദ്ദേശം നൽകിയിരുന്നു. മണ്ഡലം ഏറ്റെടുക്കണമെന്ന CPIM-ലെ ആവശ്യം വകവെച്ചു കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത്. പറവൂരിൽ നടപ്പാക്കിയ പ്രളയാനന്തര പദ്ധതിയായ പുനർജനിയിൽ CPI അന്വേഷണം നടത്താനുള്ള സർക്കാർ നീക്കം സതീഷിനെതിരെ മണ്ഡലത്തിൽ ആയുധമാക്കാനാണ് LDF നീക്കം. എന്നാൽ ഗുണഭോക്താക്കൾ ആ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നേതൃത്വത്തിന് ഉറപ്പില്ല. എന്തായാലും CPI മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മീഡിയ ടൈം, പറവൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിന്റെ നഷ്ടം കണക്കാക്കാനുള്ള പരിശോധനകൾ ഇന്നും നാളെയുമായി നടക്കും. കത്തിനശിച്ച വാഹനങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താനുള്ള പരിശോധനയാണ് ആദ്യം നടക്കുക. അതിനുശേഷമേ വാഹനങ്ങളുടെ നിലവിലെ വില നിശ്ചയിക്കാനാകൂ. പരിശോധനകൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ നേതൃത്വം നൽകും. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ പോലീസിന്റെയും കൂടെ സഹായത്തോടെ നിർവഹിക്കും. നമ്പർ പ്ലേറ്റുകളടക്കം കത്തിപ്പോയതിനാൽ വാഹനങ്ങളുടെ ചെസിസ് നമ്പർ പരിശോധിച്ച് രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി വേണം കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. 300ഓളം വാഹനങ്ങൾ കത്തി നശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്ത അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇത്രയും വാഹനങ്ങളുടെ ചെസിസ് നമ്പർ പരിശോധിക്കാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനങ്ങൾ കത്തി നശിച്ചവരുടെ പരാതികൾ ഇനിയും ലഭിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ യഥാർത്ഥ നഷ്ടം കണക്കാക്കാനാകൂ. തുടർന്ന് റെയിൽവേ സാമഗ്രികളുടെ നഷ്ടവും റെയിൽവേയുടെ കൂടെ സഹായത്തോടെ കണക്കാക്കും. പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നിന് തീ പിടിച്ചതിനു പിന്നാലെ മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നെന്നും പാർക്കിംഗ് കേന്ദ്രത്തിനടുത്തുള്ള റെയിൽവേ ഇലക്ട്രിക് ലൈനിലുണ്ടായ തീപ്പൊരി മൂടിയിട്ടിരുന്ന വാഹനത്തിൽ പതിച്ച് തീ പിടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികളുടെ മൊഴികളുണ്ട്. ഇത് പോലീസ് പരിശോധിക്കും. റെയിൽവേ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നിയമപ്രകാരം പാലിക്കേണ്ട അകലം പാർക്കിംഗ് ഏരിയയിൽ ഇല്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. പാർക്കിംഗ് കരാർ, പാർക്കിംഗ് ഏരിയയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, തീപിടുത്തം തടയാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടോ തുടങ്ങിയവയും പരിശോധനയുടെ ഭാഗമാകും. ഇന്നലെ റെയിൽവേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തി. തീപിടുത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സമഗ്രമായി പരിശോധിക്കാനും പദ്ധതിയുണ്ട്. റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണിത്. റെയിൽവേ സ്റ്റേഷനിലെ താത്കാലികമായി ഉണ്ടാക്കുന്നതടക്കമുള്ള നിർമ്മാണങ്ങൾ നിയമാനുസൃതമാണോ എന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താനും കോർപ്പറേഷൻ സെക്രട്ടറി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിനും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയ നടപടിക്കുമെതിരെ മാളയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വെനസ്വേലൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV സുജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ റൊണാൾഡ് ട്രംപ് തങ്ങളാണ് ലോകത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് ലോകത്തിലെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും യുദ്ധത്തിലൂടെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്.
കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിത്തം തകരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ലോകത്ത് മനുഷ്യനെ പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി ലോകത്തെമ്പാടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് യുദ്ധക്കൊതി അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലോകത്തെല്ലാം യുദ്ധമുണ്ടാകട്ടെ എന്നുള്ള ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ ലോകത്ത് പരത്തുന്നതിന് വേണ്ടിയിട്ടാണ് റൊണാൾഡ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM വത്സൻ, MK ബാബു, അരുൺ, PV ഗോപാലകൃഷ്ണൻ, UV വാസുദേവൻ, ബൈജു മണ്ണാന്തറ, CN സുധാർജുനൻ, VS വിശ്വംഭരൻ, KK ഹഫ്സൽ, സിനി ബെന്നി വെമ്പിൽ, സജിത സുനിൽകുമാർ, ശൈലജ, സിമി ഭൂപേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂർ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി V ശിവൻകുട്ടി. 14 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം പിടികൂടി. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നതായുള്ള പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ളം മോഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. പറവൂരിൽ ഇത്തവണ കനത്ത മത്സരം നടക്കും. പറവൂർ MLAയും പ്രതിപക്ഷ നേതാവുമായ VD സതീഷിനെതിരെ VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിൽ CPI. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.